ഇടന്തല പ്രയോഗങ്ങൾക്ക് കഥകളിക്കൊട്ടിന് ധാരാളം പ്രാധാന്യമുണ്ട്. കഥകളി മേളത്തിലെ 98% പ്രയോഗങ്ങളും ഇടന്തലയിലാണ്. ഇതിൽ തലയ്ക്കും ധാരാളം പ്രാധാന്യമുണ്ട്. ബുദ്ധിപരമായ ധാരാളം കാഴ്ചകൾ കഥകളിക്കൊട്ടിന് വേണ്ടതുണ്ട്. ഈ കഥകളി മേള കലാകാരന്റെ വർത്തമാനങ്ങളാണ് ഇടം പ്ലസ് തല വായ്ത്താരി. നമസ്കാരം. ഇടം പ്ലസ് തല വായ്ത്താരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കഥകളി മേള കലാകാരന്മാരുടെ ജീവിതവും കലയുമായി ബന്ധപ്പെട്ട അവരുടെ ഒരു ചരിത്ര ശേഖരമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രശസ്തരായ കലാകാരന്മാർ ഉൾപ്പെടെ ഉള്ളവർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. കലയുടെ വളർച്ചയിൽ അവരുടേതായ പങ്ക് ഓരോ കലാകാരനുമുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇതിന് പുറപ്പെടുന്നത്. കളിമേള സഞ്ചാരം എന്ന ചാനലിലൂടെ തന്നെയാണ് ഇത് ഷെയർ ചെയ്യാൻ വിചാരിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ആദ്യമായി ഇത് തുടങ്ങുന്നത് കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, കലാശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ, പാഞ്ഞാൾ ഉണ്ണികൃഷ്ണൻ, ഡൽഹി ഉണ്ണികൃഷ്ണൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന ഉണ്ണീഷേട്ടൻ്റെ ജീവിതവും കലയുമായി ബന്ധപ്പെട്ട അനുഭവ കഥകളിലൂടെയാണ്. ഇദ്ദേഹം കലാമണ്ഡലത്തിൽ പഠിച്ചത്, തുടർന്ന് നിരവധി പരിപാടികൾ പങ്കെടുത്തത്, ഡൽഹിക്ക് പോയി ഇൻ്റർനാഷണൽ സെൻറ്ററിൽ ജോലി ചെയ്തിരുന്ന കാലം, നിരവധി അധ്യാപകന്മാർ, നൃത്ത കലാകാരികൾ ഇവരുടെയൊക്കെ കൂടെ പരിപാടികൾക്ക് പങ്കെടുത്തത് തുടങ്ങിയ വളരെ നല്ല അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിക്കുന്നത് കലാമണ്ഡലത്തിലെ മുൻ സൂപ്രണ്ട്, നിങ്ങൾ സ്ഥിരം അദ്ദേഹം ജോലിയിൽ നിന്ന് പിരിഞ്ഞപ്പോഴും പിരിഞ്ഞതിന് ശേഷവും സൂപ്രണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കിള്ളിമംഗലം വാസു എന്ന നമ്പൂതിരിപ്പാടിൻ്റെ മകൻ കുഞ്ചു വാസു എന്ന നമ്പൂതിരിപ്പാടാണ് ഇദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. രണ്ട് വ്യക്തികളും പാഞ്ഞാൾ സ്വദേശികളാണ് എന്നതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ തന്നെ പരസ്പരം അറിയുന്നവരാണ്. കലകളെക്കുറിച്ച് വിശദമായി അറിയുന്ന വ്യക്തി കൂടിയാണ് കുഞ്ചു വാസു എന്ന നമ്പൂതിരിപ്പാട്. അപ്പോൾ അതുകൊണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈ സംഭാഷണം വളരെ നന്മ അല്ലെങ്കിൽ നല്ലതാണ് എന്നാണ്, നല്ലത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ എപ്പിസോഡിലേക്ക് അല്ലെങ്കിൽ ഇത്തരം ഈ എപ്പിസോഡുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരമാവധി ഇതിനെ പ്രോത്സാഹനം നൽകണമെന്ന് ഞാൻ വളരെ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഉണ്ണികൃഷ്ണ, ചില കലാമണ്ഡലത്തിൽ ഉണ്ണികൃഷ്ണൻ ചെണ്ട പഠിച്ചു 50കളുടെ അവസാനം മുതൽ. അപ്പോൾ കലാമണ്ഡലം ഉണ്ണികൃഷ്ണന് പഠനകാലം മുതൽ ഉണ്ണികൃഷ്ണൻ്റെ അനുഭവങ്ങൾ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുക. അപ്പോൾ അത് ഉണ്ണീഷൻ്റെ അനുഭവങ്ങൾ വളരെ പ്രധാനമാണ്. കാരണം ഇപ്പോൾ 10-70 കൊല്ലത്തെ അനുഭവമാണ് ചെണ്ടയിലുള്ളത്, 65 കൊല്ലത്തെ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമാണ്, എൻ്റെ നാട്ടുകാരനാണ് പാഞ്ഞാൾ. അപ്പോൾ ഉണ്ണീഷൻ കലാമണ്ഡലത്തിൽ ചേർന്നതിൻ്റെ മുമ്പേ ഉള്ള പാഞ്ഞാളെ അനുഭവങ്ങൾ മുതൽ കുടുംബം ആയിട്ടുള്ളത് പറയുക, പിന്നെ ചെണ്ടയിലുള്ള അനുഭവങ്ങൾ പറയുക. അങ്ങനെ നമുക്ക് പതുക്കെ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരാം. അപ്പോൾ ഉണ്ണീഷിൻ്റെ നാട് എവിടെയാണ്? നമസ്കാരം. എനിക്കും വളരെ സന്തോഷമുണ്ട്. ആദ്യം അത് പറയട്ടെ, കുഞ്ചു തമ്പുരാനായിട്ട് പല ബന്ധങ്ങളുണ്ട്. അടുത്ത നാട് എന്ന് മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ മനസ്സിലായി. പിന്നെ കലാമണ്ഡലത്തിൽ ഞാൻ പഠിച്ച കലാമണ്ഡലത്തിലെ സൂപ്രണ്ടിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്കും, പിന്നെ എന്നെ ഒരു പ്രത്യേക ചെണ്ട എന്നുള്ള നിലയ്ക്ക് വാത്സല്യമാണ് സംസാരിക്കുമ്പോഴൊക്കെ. അത് ഒരുപക്ഷെ അച്യുതപ്രകാശ് എൻ്റെ ശിഷ്യനും കൂടിയാണ് തമ്പുരാൻ, അതുകൊണ്ടായിരിക്കണം. എങ്ങനെയായാലും എൻ്റെ നാട് അതിരാത്ര ഭൂമി പ്രസിദ്ധമായിട്ടുള്ള പാഞ്ഞാളാണ്. വളരെ ദാരിദ്ര്യമായിട്ടുള്ള കുടുംബമായിരുന്നു. അവിടെ താമറ്റൂർ ശങ്കരൻ നായർ എന്ന് പറയുന്നതിൻ്റെ ഒരു തായമ്പക
പ്രസിദ്ധനായിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാരുണ്ട്. ഇപ്പോൾ പലരും ഫേമസാണ് ശിഷ്യന്മാർ. അദ്ദേഹം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, എൻ്റെ റിലേഷനുമാണ്. അപ്പോൾ ചെണ്ട വൈകുന്നേരം അവിടെ പഠിപ്പിച്ചിരുന്നു. അത് മണ്ണിൽ ഒരു 8 മണിക്കൊക്കെ തുടങ്ങുക. വൈകുന്നേരം നിലത്ത് ഇരുന്നിട്ട് കല്ല് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒന്നുകിലും കുന്തിച്ചിരിക്കണം, അല്ലെങ്കിൽ നിലത്തങ്ങോട്ട് ഇരിക്കണം അവിടെ. എന്നിട്ട് ചമ്പരം കൂടിയിട്ടാണ് ഇരുന്നിട്ട്. അപ്പോൾ അദ്ദേഹം ഈ ഹരിജനങ്ങളെയൊക്കെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ നടക്ക് ചെണ്ട പഠിക്കണമെന്ന് ചോദിക്കും. ഞാൻ അങ്ങനെ ചെന്ന് നിൽക്കും അവിടെ ഇത് കേട്ടിട്ട്. അപ്പോൾ അന്ന് 10 വയസ്സിട്ടേ ആയിട്ടുള്ളൂ, 10-11 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ നടക്ക് പഠിക്കണച്ചാൽ നീയും വന്നോ പറഞ്ഞാൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്താണ് തക്കിട്ട തരികിട. അവിടെ ഈ 2 പാടൊക്കെയേ ഉള്ളൂ. പിന്നീടാണ് ഞങ്ങൾ കലാമണ്ഡലത്തിലായിട്ടാണ് ഈ ഇടന്തക്കിട്ടയും വലത്. പിന്നെ ഗണപതി കൈ മുതൽ വ്യത്യാസമുണ്ട്. ആ ഗണപതി കൈ അവിടെ പഠിച്ച ഗണപതി ഗണപതി കൈ ശരിക്കും പറഞ്ഞാൽ മദ്ദളത്തിൻ്റെ ഗണപതി കൈ മാതിരിയാണ്. ഡിഗതരകാം കഡി ഡിഗഡി ഡി ഡീം ഡി ഡി ഡീം കഡീം കഡീം ഡീം ഡിഗതരക ഡിഗഡി ഡീം 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 കഡീം കഡീം ഡീം ഡിഗതര ഗഡീം ഗഡി ഡീം കഡീം കഡീം ഡീം ഡിഗതര ഗഡീം ഗഡി ഡീം. ഇതാണ് ഗണപതി. ഈ ഗണപതി ഞാൻ നാട്ടിൽ നിന്ന് ആർക്കും വിശ്വാസമില്ല. അത് കലാമണ്ഡലത്തിൽ ചെന്നിട്ടാണ് ഈ ഗിക്കാണെന്ന കതരക എന്ന് ഞാൻ പഠിച്ചത്. അപ്പോൾ നായന്മാരുടെ പക്ഷെ നായന്മാരും ഒക്കെ ഗിക്കാണെന്ന കതരക എന്നാണ് കൊട്ടെ. പക്ഷെ അന്ന് ഞാൻ പഠിച്ചത് ഈ ഗണപതിക്കയ്യ. അവിടെ ഈ തരികിടയ്ക്ക് കുട്ടിത്തത്ത എന്നുള്ളൊരു ഭാഷ. കുട്ടിത്തത്ത അത് കുട്ടികൾക്ക് വേഗം മനസ്സിലാകും. തരികിട പറഞ്ഞാൽ എവിടുന്നാണ്. അപ്പം ഞങ്ങളൊക്കെ ഈ ഇടത്തേക്ക് നിന്നാണ് അവിടെ പഠിച്ചിട്ടുണ്ട്. കലാമണ്ഡലത്തിൽ ചെന്നപ്പോൾ അത് മാറി, വലത്തെ ഗെയിമെന്ന് തുടങ്ങലേ. ഇപ്പോൾ അത് രണ്ടും ഉണ്ട് തോന്നുന്നു, എനിക്കറിയില്ല. മേളക്കാരൊക്കെ ഇടത്തെ ഗെയിമെന്ന് തുടങ്ങണ ഇതുണ്ട് എന്നാണ് സംശയമുണ്ട്. തക്കിട്ട അതും അതേമാതിരി ഇടത്തേക്കും എന്നാണ് തുടങ്ങുക. അപ്പോൾ അത് രണ്ടാണ് പാടൊക്കെ പഠിക്കുക. അവിടെ 2 കൈയിലും കോല ആയിട്ടാണോ സാധകം ചെയ്ത് തരുന്നത്, അതോ കൈ ഇടത്തെ കൈ തന്നെ കോലായിട്ട് തന്നെയാണ്? അങ്ങനെയല്ലേ? കോലായിട്ടാണ്. അത് പുളിമുട്ടി ഒന്നാമത് കരിങ്കല്ല് കുട്ടിയോളാണ്, ചെറിയ കുട്ടിയോളാണ്. അപ്പോൾ അങ്ങനെ ശീലിച്ചത് എനിക്ക് ഓർമ്മയില്ല കൈ കൊണ്ട് കൂട്ടിയിട്ട്. കാരണം കിള്ളിമംഗലത്ത് അപ്പുഞ്ഞ നായരുണ്ടായിരുന്നല്ലോ ചങ്ങരത്തെ, അവിടെ ഇല്ലത്തെ തൊട്ടതേ അതൊക്കെ ഈ 2 കോല കൊണ്ട് തന്നെയാണ്. അതാണ് പറയും ചിലപ്പോൾ ഇത് കൈ കൊണ്ടാണ് കൊട്ടേണ്ടത്, ചെണ്ടയിമിൽ കൊട്ടുമ്പോൾ എന്നാലേണെന്നൊക്കെ പറയും. പക്ഷെ അത് കുട്ടികൾ തൊടില്ല വേദനിച്ചിട്ട് ഒക്കെ ആയിട്ട് അങ്ങനെ ഞാനൊക്കെ കൊട്ടിയിരുന്നത്. അപ്പോൾ 2 കൈമിൽ കോലായിട്ടുണ്ട്. അങ്ങനെ അവിടെ പഠിച്ച് തായമ്പക അരങ്ങേറി. അവിടെ ഒരു ദേവീക്ഷേത്രം ഉണ്ട് പാഞ്ഞാൽ, അവിടെ വെച്ചിട്ടാണ് തായമ്പക അരങ്ങേറ്റിട്ടുണ്ടായത്. അത് കഴിഞ്ഞ് സ്കൂളിൽ കിളിമംഗലത്തെ സ്കൂളിൽ ഞാൻ തായമ്പക കൂട്ടിയിട്ടുണ്ട്. കുറച്ച് അവിടെയും വേണ്ടി പാമ്പുന്നുള്ളിൽ അയ്യപ്പൻ വിളക്കിന് അതിനൊക്കെ ഈ ആശാൻ്റെ ഒപ്പം എന്നെയും കൊണ്ടുപോകും. മിക്കതും തായമ്പക കൂട്ടിക്കും. അതൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിപ്പിക്കാനുള്ളതൊക്കെ ഞാൻ പഠിപ്പിച്ചു. അദ്ദേഹത്തിന് വേറെ അത്ര ഒന്നും അറിയില്ല. ചെമ്പക്കൂറാണ് പഠിപ്പിച്ചിട്ടുണ്ട്. അടന്തക്കൂറും അദ്ദേഹം അറിയാൻ, പക്ഷെ അതൊന്നും കൊട്ടാറില്ല. അദ്ദേഹം ചെമ്പക്കൂറ് മാത്രമേ കൊട്ടാറുള്ളൂ. അതുകൊണ്ട് നീ ഇനി ഒരു കാര്യം ചെയ്യോ. അപ്പോഴാണ് ഈ കലാമണ്ഡലത്തിൽ അപേക്ഷ കൊടുക്കാനുള്ള പേപ്പറിൽ ഇതൊക്കെ വന്നത്. അപ്പോൾ അവിടെ അത് കിട്ടിയാച്ചാൽ നല്ലതാണ്, നീ പോയിക്കോ നമുക്കതിൻ്റെ. അപ്പോൾ ആശാൻ്റെ ഒരു അനുഗ്രഹം എല്ലാം നന്നായി വരും, അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ കലാമണ്ഡലത്തിൽ ചേരാൻ ഉദ്ദേശിച്ചത്. പക്ഷെ കലാമണ്ഡലത്തിൽ ചേർന്നപ്പോൾ ജൂൺ മാസത്തിലല്ലല്ലോ ഉണ്ടായതല്ല. അതിനും ഒരു രസമുണ്ട്. കലാമണ്ഡലത്തിൽ ചേരുന്ന കൊല്ലത്തിൽ ഞങ്ങൾക്ക് ഈ സ്റ്റൈപ്പൻഡ് സ്റ്റുഡൻ്റ് ആണല്ലോ, 25 റുപ്യ സ്റ്റൈപ്പൻഡാണ്. അന്ന് വെള്ളത്തോളുള്ള കാലമാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഫ്രീ ആയിട്ട് വേണമെച്ചാൽ 2000 ഉറുപ്പിയുടെ ഒരു ജാമ്യക്കാരൻ വേണം. അപ്പം അതിനാരും അങ്ങനെ തയ്യാറല്ല. എന്താ വെച്ചാൽ ഇയാൾ അവിടുന്ന് ചാടിപ്പോയാൽ കഴിഞ്ഞിട്ടോ പിന്നെ ആ പൈസയൊക്കെ ആ ജാമ്യക്കാരൻ കെട്ടണം. അങ്ങനെ അപ്പോൾ അറിയില്ല പിന്നെ ആരാ എന്താന്ന്. അപ്പം മാത്തൂര് മണിക്കിലെ കാര്യസ്ഥന് ഒരു തിരുവുൾപ്പാടുണ്ടായിരുന്നു, രവിവർമ്മ ആറ്റൂരല്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അച്ഛൻ അവിടെ കാര്യസ്ഥനായിരുന്നു മനിക്കില്, ശങ്കരൻ്റെ മകനല്ലേ, ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞു. അദ്ദേഹമാണ് എന്നെ. അപ്പോൾ അതിൻ്റെ പേപ്പർ വില്ലേജിൽ നിന്ന് ഇയാൾക്ക് സ്വത്തില്ല, കഴിവില്ല എന്നൊക്കെ പറയണ പേപ്പർ സർട്ടിഫിക്കറ്റ് അത് വടക്കാഞ്ചേരി കൊണ്ടുപോയിട്ട് തഹസിൽദാരോ ആരോ അതൊക്കെ വേണം. ഇതിന് അച്ഛന് ഇതൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു കിഴലത്ത് പട്ടേരി പട്ടേരി അല്ല വാസുവിൻ്റെ അച്ഛൻ ഇതിൻ്റെ പേരറിയില്ല. അദ്ദേഹമാണ് ശങ്കരൻ നായരെ നിങ്ങൾ ഒന്നും വിഷമിക്കണം, ഞാൻ
കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകളെയും കലാമണ്ഡലത്തിൽ ചേർക്കാൻ വേണ്ടിയിട്ട് മോഹിനിയാട്ടം വരുന്നതിനായിട്ട് അദ്ദേഹമാണ് ഇതൊക്കെ കൊണ്ടുപോയിട്ടില്ല. അപ്പോഴേക്കും ഈ ആഗസ്റ്റ് ഇത് കഴിഞ്ഞു, എന്താ അഭ്യാസത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പാവം അദ്ദേഹത്തിൻ്റെ മകൾക്ക് കിട്ടിയതുമില്ല. എനിക്ക് ഉള്ളതൊക്കെ അദ്ദേഹം ചെയ്തു തന്നു. അങ്ങനെയാണ് ഞാൻ കലാമണ്ഡലത്തിൽ. അപ്പോൾ ആശാൻ ആ കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ചുണ്ണിപ്പുഴാശാനായിട്ടുള്ള അച്ചുണ്ണിപ്പുതുള ആശാൻ്റെ പ്രധാന ശിഷ്യനാണ് എന്നൊക്കെ എല്ലാവരും അവിടെ ഒക്കെ പറയും. ആശാൻ ആ കൊല്ലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ മനസ്സിലായിട്ട് നീ ഈ വെക്കേഷനിൽ വെള്ളിനേഴിക്ക് വന്നോ എൻ്റെ വീട്ടിലേക്ക്, അമ്മോടോ അച്ഛനോടോ വെച്ചാൽ പറഞ്ഞിട്ട് ഞാനിങ്ങനെ 2 മാസം ആശാൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നോ, അവിടെ സാധനം ചെയ്യാം. ഇനി ഒന്നുമില്ല. പിന്നെ തമാശയ്ക്ക് പറഞ്ഞ് എൻ്റെ ഓപ്പുള്ള കുട്ടിയുണ്ട്, അതിനെ നോക്കും വേണം. അതിനിപ്പോൾ കൽക്കട്ടയിലത്തെ ആ ഗോപനാണെന്നാണ് എൻ്റെ ഓർമ്മ, ആ ഗോപൻ ചെണ്ടക്കാരൻ. അപ്പോൾ അവിടേക്ക് വന്നോന്നും പറഞ്ഞിട്ട് അങ്ങനെ ആ കൊല്ലത്തെ അഭ്യാസം എനിക്ക് ഉണ്ടായിട്ടില്ല, സാധകം ചെയ്തില്ല. പിന്നെ കലാമണ്ഡലത്തിൽ ആശാനാണ് ചെണ്ടയ്ക്കെന്ന് ആശാനെന്ന് എനിക്ക് ആദ്യം അറിയില്ല. കേശവപ്പുതാൾ ആണ് എൻ്റെ സീനിയറായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫാക്ട് കേശവേട്ടനും, അവർ രണ്ടാളാണ് എൻ്റെ സീനിയറായിട്ട്. അപ്പോൾ കേശവേട്ടനെ കണ്ടിട്ട് ഞാൻ ആദ്യം വിചാരിച്ച് ഇദ്ദേഹമായിരിക്കും ആശാൻ. അച്ചുണ്ണിപ്പുഴാശാൻ്റെ ആശാൻ കുറച്ച് ചെറുപ്പമാണ്, അങ്ങനെയാണ്. എന്നിട്ട് അവിടെ കഥ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എനിക്കൊരു മനസ്സിൽ ധാരണ ഉണ്ടായിട്ട് എന്നിട്ട് കേശവേട്ടൻ തന്നെ പറഞ്ഞു, നിന്നെ പഠിപ്പിക്കാൻ പോണ ആശാനാണ്, അച്ചുണ്ണിപ്പുഴ ആശാനാണ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ അപ്പോൾ ആകപ്പാടെ കഥകളി എന്ന് പറഞ്ഞാലും കലാമണ്ഡലം എന്ന് പറഞ്ഞാലും ഒരു എന്താ പറയേണ്ടത്, ഒരു അത്ഭുതമാണ് അന്നത്തെ കാലത്ത്. എനിക്കല്ല ഉള്ളവർക്ക് വേഷക്കാരെയൊക്കെ അങ്ങനെ ഒരു വളരെ ആരാധന. നാട്ടിലെ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പഠിപ്പിച്ച ആശാൻ്റെ ആ സാധകത്തിൽ നിന്ന് പ്രധാന ഇരിപ്പ് മുതൽ അല്ലെങ്കിൽ കയ്യിൻ്റെ പിടുത്തം മുതൽ കലാമണ്ഡലത്തിൽ വന്നപ്പോൾ എന്തൊക്കെയാ ഒരു മാറ്റം തോന്നിയോ, അത് എൻ്റെ ബുദ്ധിമുട്ടുകൾ തോന്നിയോ? കലാമണ്ഡലത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാല് ഇങ്ങനെ വെച്ച് ഒരു കാല് കുന്തിച്ചിരുന്നിട്ട് കൊട്ടണതുണ്ട് എന്നൊക്കെ പറയണിട്ടുണ്ട്. അതൊന്നും ഞാൻ കേട്ടിട്ടില്ല. കേശവപ്പുകളൊക്കെ പറയാറുണ്ട്, നാട്ടിലൊക്കെ തായമ കൂട്ടുമ്പോൾ കുന്തിച്ചിരുന്നിട്ടാണ് അത്ര. അപ്പോൾ ഈ കൈ 2 ഭാഗത്ത് അതിന് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെയൊന്നും കലാമണ്ഡലത്തിൽ ഇരുന്നിട്ടില്ല. ഞങ്ങൾക്ക് ഈ ഒരു കാല് മടക്കി വെച്ചിട്ട് അങ്ങനെ ഇരിക്കാനാണ് പറയാം. കേശവേട്ടനൊക്കെ അങ്ങനെ ഇരിക്കും, പക്ഷേ എനിക്കൊന്നും അങ്ങനെ ഇരിക്കാൻ പറ്റാറില്ല. അപ്പോൾ നേരെ ചമ്പ്രം മടിഞ്ഞ് ഇരുന്നിട്ട് തന്നെയാണ്. എൻ്റെ ഫോട്ടോയിലും ഒക്കെ ഉണ്ട് ആശാൻ പഠിപ്പിച്ചത്. പിന്നെ പായലാണ്, കല്ലൊന്നുമില്ല അന്ന് ആ ക്ലാസ്സിൽ. കളരി എവിടെയായിരുന്നു? ഹാളിൻ്റെ കളരി കലാമണ്ഡലം, പഴയ കളരി കലാമണ്ഡലത്തിൻ്റെ ഒരു സൈഡ് സ്റ്റേജാണല്ലോ പ്രോഗ്രാം, മറ്റേ സൈഡും സ്റ്റേജാണ്. പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നത്. ആ സ്റ്റേജിൻ്റെ ബാക്കിൽ ഒരു റൂമുണ്ട്, അതിൽ വെച്ചിട്ടാണ് ചെണ്ട ക്ലാസ്. പിന്നെ ആ പാട്ട് ക്ലാസ് വേറെ, കോപ്പറയുടെ അടുത്ത് തന്നെ വേറൊരു റൂമുണ്ട്, അവിടെ വെച്ചിട്ട് പാട്ട് ക്ലാസ്. മദ്ദള ക്ലാസ് ആ വരാണ്ടയിലായിരുന്നു. കുഞ്ചുവാശാനും രാമകേശാനും 2 സൈഡിലാണ്. അതിൻ്റെ സൈഡിലുള്ള അവിടെ വെച്ചിട്ടാണ് മദ്ദള ക്ലാസ്. കളരി ഒന്നല്ലോ, ഒരേ ഒരു കളരിയല്ലോ ഒന്ന്. ഇപ്പോഴത്തെ ആ സ്റ്റേജിൽ ഇപ്പം മേക്കപ്പ് റൂമോ ഒക്കെ അല്ലേ ഉപയോഗിക്കുക പണ്ടത്തെ കലാമണ്ഡലത്തിൽ. അപ്പോൾ അതിൽ പത്മനാഭനാരാശാനും രാമകൃഷ്ണനും, അത് കൂടുതലും കാലത്ത് പത്മനാഭനാരാശാനാണ് വരിക. വൈകുന്നേരം 3 മണിക്ക് ആദ്യം ചൊല്ലിയാട്ടാണ്. അന്ന് വേറെ ഒന്നുമില്ലല്ലോ, കഥകളി തന്നെയുള്ളൂ. പിന്നെ ഉച്ചയ്ക്ക് കുമ്മണി മാഷയുടെ ക്ലാസ് ഉണ്ടാവും കുറച്ച് നേരം. അപ്പോൾ വൈകുന്നേരം രാമകൃഷ്ണനും. പ്രധാന വേഷങ്ങളും അതൊക്കെ ആകുമ്പോഴേക്കാണ്. മറ്റ് തോടയും പുറപ്പാടും ഇന്നും ഉണ്ടാവും. മേളപ്പദം എനിക്ക് ഓർമ്മയില്ല അധികം കളരിയിൽ കുട്ടിക്കണത്. എന്നുവെച്ചാൽ അവിടെ ഈ അത്രയും നേരം വേഷക്കാർ വെറുതെ നിൽക്കണ്ടേ, അതുകൊണ്ടായിരിക്കും. അതൊക്കെ വേറെ മറ്റേ കളരിയിലാണ്. പിന്നെ അന്ന് ഒന്ന് തുള്ളൽ കളരി, വെള്ളത്തോൾ സമാധിയുടെ അടുത്തുള്ള ഒരു തുള്ളൽ കളരിയായിരുന്നു ഒന്ന്. ആ ഒരു ഓട്ടം തുള്ളലാണ് അവിടെ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഗേറ്റ് കടന്ന വഴി 2 കിലുള്ള ഓല മേഞ്ഞിട്ട് 2 കളരികളുണ്ടായത്. അത് ഒന്ന് ഉഴിച്ചിലിന് മറ്റേ ഭാഗത്ത് ചിലപ്പോൾ ഈ ചെണ്ടക്കാരും മുതലക്കാരും ക്ലാസ്സും ഇതായിട്ട്. അപ്പോൾ ഉണ്ണീഷിൻ്റെ സീനിയറായിട്ട് രണ്ടുപേരും കേശവന്മാരും, പുതുവാള് കേശവേട്ടൻ. പിന്നെ ഒപ്പം ഉണ്ടായിരുന്നു ആരൊക്കെയാ? കേശവേട്ടന്മാരും ഒപ്പം തന്നെ. അല്ല, ആ കൊല്ലം തന്നെ ചേർന്നത്. ആ കൊല്ലം ചേർന്നത് ഒരു കൂത്താട്ടുകുളത്തുനിന്ന് ഒരു മാരാരുകുട്ടി
പിന്നെ ലക്കിടിയിട്ടുള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ്റെ പേര് രാമൻ എന്നിട്ട് പേരാവൻ. അവൻ്റെ എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് അതിലുണ്ട്. പിന്നെ മറ്റേ ചേലക്കരയിൽ നിന്ന് ഒരു നാരായണൻ ഹരിജൻ, തോന്നൂർക്കര, അവനുമാണ് പഠിക്കാനുണ്ടായിരുന്നത്. മാരാര് വേഗം പോയി അധികം താമസിക്കാണ്ട്. ഇവനും കോഴ്സ്, ഇവർ രണ്ടാളും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആ രാമൻ എന്ന് പറഞ്ഞ ആള് പിന്നെ മേളവും പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അവിടെ നാരായണനെയും കണ്ടിട്ടില്ല. നാരായണനെ ഇവിടെ 10-15 കൊല്ലം മുമ്പ് കണ്ടു. കണ്ടു. അച്ഛനെ ഒരു ആദരിക്കലുണ്ടായി വെച്ചിട്ട്. അപ്പോൾ വന്നിട്ട് അവിടെ അരങ്ങിൽ കയറി അച്ഛനെ നമസ്കരിച്ചു. അച്ഛനും മനസ്സിലായില്ല. പിന്നീടാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കും മനസ്സിലായത്. അത് പോട്ടെ. അപ്പോൾ കേശവപ്പതാളും 2 കേശവന്മാരും സീനിയറായിട്ട്. അതിൽ ആദ്യത്തെ ഫാക്ട് കേശവേട്ടൻ ഒരു കൊല്ലറ്റേ ഉണ്ടായിട്ടുള്ളൂ. ഈ ഗോപിയേട്ടൻ്റെ ഒക്കെ ഏകദേശം ഗോപിയേട്ടൻ്റെ അവസാനത്തെ കൊല്ലായിരുന്നു. കുട്ടനാശാൻ, ഗോപിയേട്ടൻ, KG വാസു, പിന്നെ പന്തളം കേരളവർമ്മ, അങ്ങനെ ആ ഗ്രൂപ്പിലുള്ള അവരുടെയൊക്കെ അവസാനത്തെ കൊല്ലായിരുന്നു ഇവർ. അപ്പോൾ ഈ കേശവേട്ടൻ്റെ അവസാനത്തെ അത് കഴിഞ്ഞിട്ടാണ് കേശവേട്ടൻ അവിടെ നിന്ന് പോയി. ആദ്യത്തെ കൊല്ലം തന്നെ ഉണ്ടായി അരങ്ങേറ്റം? ആദ്യത്തെ കൊല്ലം ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. അതിപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ഒരു കൊല്ലം കഴിഞ്ഞു. എനിക്ക് ഉണ്ണീഷിൻ്റെ അരങ്ങേറ്റം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ അത് ആദ്യത്തെ കൊല്ലാണോ രണ്ടാമത്തെ കൊല്ലാണോ? അപ്പോൾ ഈ അഭ്യാസം തരായില്ല, അങ്ങനെയായിട്ട് അത് വന്നില്ല. പക്ഷെ പിന്നത്തെ കൊല്ലത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് അരങ്ങേറ്റത്തിനും ഒരു കഥയുണ്ട്. അത് അച്യുതൻ്റെ ഒരു ഇതുകൊണ്ടില്ല, അങ്ങ് ആ കൊല്ലവും നടക്കില്ല. കളി തുടങ്ങിയാൽ പിന്നെ അവിടെ അരങ്ങേറ്റവും ഇത്. അപ്പോൾ അവിടെ കളിയുടെ മുമ്പായിട്ടൊരു വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്ന് കിഷോട്ടി പളച്ചാൻ്റെയും പിന്നെ കുട്ടന്മാരാശാൻ്റെയും മേളപ്പതാണ്. പാലൂരച്ഛൻ നായർ, പിന്നെ അപ്പൂട്ടി പളച്ചാൻ്റെയും. അപ്പോൾ ആശാൻ അച്ഛനോട് പിന്നെ കിഷോട്ടി പളച്ചാനോട് ചെന്ന് പറഞ്ഞ് ഇവൻ്റെ അരങ്ങേറ്റം ഒന്ന് എങ്ങനെയെങ്കിലും എന്നാൽ പുറപ്പാട് അവൻ കൂട്ടിക്കോട്ടെ എന്ന്. അത് അത്ഭുതമാണ്. അവരുടെ മേളപ്പതും മേളപ്പതും ആകുമ്പോഴേക്കും അവര് ആ പുറപ്പാടിനെ കൂട്ടിയത്. അത് കഴിയുമ്പോഴേക്കും മഞ്ജൂതരാന്ന് പാടുമ്പോഴേക്കും അവരങ്ങോട്ട് വന്നു. അങ്ങനെ എൻ്റെ അരങ്ങേറ്റം അവിടെ പുറപ്പാട് എടുക്കണത് പിള്ളേരാണല്ലോ എങ്ങനെയായാലും. അതുകൊണ്ട് അങ്ങനെയാണ് എൻ്റെ അരങ്ങേറ്റം ഉണ്ടായത്. പിന്നെ എപ്പോൾ മുതൽ ആ ചൊല്ലിയാട്ടത്തിന് കൊട്ടാൻ തുടങ്ങിയത്? ശരിക്കും പറഞ്ഞാൽ അവിടെ ചൊല്ലിയാട്ടത്തിന് കൊട്ടാൻ വളരെ കുറച്ചേ തരായിട്ടുള്ളൂ. 3 കൊല്ലം. എന്താ വെച്ചാൽ ഒരു കളരിയില്ലല്ലോ. അവിടെ കേശവേട്ടനാണ് ഉണ്ടാവുക അധികവും. കേശവേട്ടനും ഞാനും ഏകദേശമൊക്കെ അദ്ദേഹത്തിന് 1 കൊല്ലം മുമ്പേറ്റേ അദ്ദേഹം അവിടെ നിന്ന് പോയിട്ടുള്ളൂ. ചേർന്നതും 1 കൊല്ലം മുമ്പെയാണ് തോന്നുന്നു. അപ്പം കളരി ഇങ്ങനെയാണ്. ഈ സാഹിത്യം കുമ്മണി മാഷ് എടുത്തിറന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പരീക്ഷ എങ്ങനെയായിരുന്നു സമ്പ്രദായം? എൻ്റെ ഓർമ്മയിൽ ഒരു പരീക്ഷ എന്നത് കൊട്ടിക്കാന്ന് അവിടെ ഉണ്ടായിട്ടില്ല. ആ കാലത്തിൽ എൻ്റെ 62 വരെ, ഞാൻ 57 ചേർന്നത് 62 വരെയാണ്. അപ്പോൾ ഏതെങ്കിലും കൊല്ലം ആശാന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ പുറമേ നിന്ന് വന്നവരുടെ അടുത്തോ ഇപ്പോൾ അതൊക്കെ ഉണ്ടല്ലോ. അതിപ്പോൾ സിലബസൊക്കെ ആയപ്പോഴാണെന്നാണ് എനിക്ക് പരീക്ഷ അങ്ങനെ ഉണ്ടായിട്ടില്ല. കുട്ടിക്കും ഇന്നതൊക്കെ ആയിരുന്നു. പിന്നെ ഈ ചൊല്ലിയാട്ടത്തിന് കൊട്ടാൻ അവിടെ പോയി ഇരിക്കും. ആ സമയം ക്ലാസ് കുറച്ച് നേരം കഴിഞ്ഞാൽ ചൊല്ലിയാട്ടം തുടങ്ങി അവിടെ പോയി ഇരിക്കും. അപ്പോൾ ആ മുട്ടീമ്പിൽ കേശവേട്ടനാണ് കൊട്ടാൻ വെച്ചാൽ അതിൻ്റെ കൂടെ കൊട്ടും, അല്ലാണ്ട് ചെണ്ടയുമ്പിലധികം കൊട്ടാൻ. പക്ഷെ കാണാം. പിന്നെ ഇതിൽ കൊട്ടും ചെയ്യാം. നരകാസുരനും 15 മുദ്രാസ്വയംവരവും എന്താ വെച്ചാൽ അതൊക്കെ കാണാനും പറ്റും. പിന്നെ അതിൻ്റെ കൂടെ അല്ലാണ്ട് കളരിയിൽ അധികം ചൊല്ലിയാട്ടത്തിന് കൊട്ടാൻ ഇപ്പോൾ കളരി തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അച്ചുണ്ണിയാശാൻ കളരിയിൽ ചൊല്ലിയാട്ടത്തിന് കൊട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരിക, അല്ലെങ്കിൽ പിഴച്ചു എന്നോ? ഞാൻ പിഴച്ചു എന്ന് പറയുന്നില്ല, പക്ഷെ എന്തെങ്കിലും പോരായ്മ തോന്നി വിചാരിക്കുക. അച്ചുണ്ണിയാശാൻ എങ്ങനെയാ അത് ശരിയാക്കുക, കൊട്ടി കാണിക്കുകയാണോ? ശരിക്ക് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ ഈ ആട്ടത്തിന് കൊട്ടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും പഠിപ്പിക്കാറില്ല. ഇല്ല അല്ലേ? ഇല്ല, അങ്ങനെ അത് ഇപ്പോൾ കേശവേട്ടൻ കൊട്ടതോ അല്ലെങ്കിൽ ആശാന്മാർ കൊട്ടണതോ കേട്ടിട്ട് കൊട്ടുക. കലാശങ്ങൾ അടന്ത, ചെമ്പ, അരുത്ത 15 ഇരട്ടി, ഇടത്തരം ഇരട്ടികൾ, അതെല്ലാം ശരിക്കും താളം പിടിച്ചിട്ട് പറഞ്ഞു തരും. അപ്പോൾ അത് കാരണം അത് നല്ല തറവാണെന്ന് അർത്ഥം. ഇപ്പോൾ വിലോചനയ്ക്കോ അല്ലെങ്കിൽ കഷ്ടം ഞാൻ എന്നല്ല, അത് മറ്റേ ഉദാഹരണത്തിൻ്റെ അതിലത്തെ കഞ്ചതലത്തിനുള്ള ചെമ്പയിലുള്ള കലാശം അത് എത്ര അടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വൃത്തിയായിട്ട് പറഞ്ഞു തരും. അല്ലാണ്ട് ആട്ടത്തിന് കൊട്ടുക ഇങ്ങനെയാണ്,
ഒരു ബുക്കുണ്ടായിരുന്നു ഞങ്ങൾക്ക് ആട്ടത്തിൻ്റെ ഇതൊക്കെ, ഇന്ന ദിക്കിൽ കാലം മാറുക, ഇന്ന ദിക്കിൽ കലാശിക്കുക, അത് എഴുതിയിരുത്തായിരുന്നു. അത് നോക്കിയിട്ട് ഏകദേശം മനസ്സിലാക്കുന്നതല്ല. എൻ്റെ ആട്ടത്തിന് കൊട്ടാൻ കണ്ണക തിരക്കാം, ടൂറിന് തിരക്കാം, തിരികെടുത്ത് തിരക്കാം, തിരക്കാം അന്നുള്ള ആട്ടത്തിൻ്റെ കൊട്ട് പ്രത്യേകം ഒന്നും പഠിപ്പിക്കില്ല, അങ്ങനെ പഠിച്ചിട്ടില്ല, പഠിപ്പിക്കാറില്ല. അങ്ങനെയായിരുന്നു അന്നത്തെ ഒരു സിസ്റ്റം. പിന്നെ പരീക്ഷ എനിക്ക് ഓർമ്മയില്ല. സാഹിത്യത്തിലൊന്നും പരീക്ഷ ഓർമ്മയില്ല. സാഹിത്യത്തിനും ഇല്ല. സാഹിത്യത്തിൽ എന്താ വെച്ചാൽ അദ്ദേഹം ശ്രീരാമോദന്തം പഠിപ്പിച്ചിരുന്നു, ശ്ലോകങ്ങൾ കുറച്ച്. പിന്നെ ഈ നളചരിതത്തിലെയും പിന്നെ കോട്ടയം കഥകളിലെ ശ്ലോകങ്ങൾ പഠിപ്പിച്ചിട്ട് അതിൻ്റെ അർത്ഥം അതാണ് പറഞ്ഞുതരിക. അപ്പം അതിന് പ്രത്യേകിച്ചൊരു പരീക്ഷ എഴുതിയിട്ടൊന്നുമില്ല, ഞാനൊന്നും എഴുതിയിട്ടില്ല. പൊതുവാളാശാൻ, കൃഷ്ണകുട്ടി പൊതുവാളാശാൻ ഉണ്ണീഷം പഠിക്കുന്ന കാലത്ത് തുടങ്ങുമ്പോൾ അവിടെ ഇല്ല. ഇല്ല, തുടർന്നില്ല. പക്ഷേ എപ്പോഴാണ് പോകണം എപ്പോഴാണ് ഞങ്ങൾക്കറിയില്ല. ഒന്നാമത് അവരെയൊക്കെ പിന്നെ എന്തോ ഒരു അത്ഭുതമായിട്ടാണ് ഞങ്ങൾ പോണു എന്നല്ലാണ്ട് പിന്നെ മറ്റുള്ള ഭാഷ അതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലായിരിക്കണത്. ഇപ്പം ആശാൻ്റെ കഥ, അരക്കഥ, മറ്റേത് മറിച്ച് പലതും ഉണ്ടല്ലോ, അതൊക്കെ ഈ പിന്നീട് കേട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരാളായിരുന്നു എന്ന് മനസ്സിലായിരുന്നു. അച്ഛന് പ്രശാൻ സന്തത സഹചാരി എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ ഉണ്ടാവും. പിന്നെ ആശാൻ്റെ അങ്ങനെയാണ് ഈ ഗുരുകുലം എന്ന് എനിക്ക് തോന്നി. ആശാൻ്റെ സേവ പറഞ്ഞാൽ അനാവശ്യമില്ല. മുണ്ടും ഷർട്ടൊക്കെ അലക്കിയിട്ട് ആശാൻ തന്നെ അലക്കിയിട്ട് തരാം, അത് പ്രസ് ചെയ്ത് കൊണ്ടുവരും. അതൊക്കെ എൻ്റെ ഡ്യൂട്ടിയാണ്. പിന്നെ ഊണ് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പാല് കൊണ്ടിട്ടുണ്ട്, അത് അവിടുന്ന് ചൂടോടുകൂടി കൊണ്ടുവന്ന് കൊടുക്കുക. അങ്ങനെ ചില കാര്യങ്ങളിൽ വല്ലപ്പോഴും മുറുക്കാൻ എന്തെങ്കിലും വേണമെച്ചാൽ അതിന് അങ്ങനത്തെ ചില സേവകൾ ചെയ്തിട്ട്. പിന്നെ ശിക്ഷ അത് പറയണ്ടല്ലോ, അത് കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടും കണ്ടിട്ടും ഇഷ്ടം പോലെ. അത് എനിക്ക് തോന്നിയിരിക്കുന്നത് കൊട്ടിനല്ല, ശ്ലോകം പഠിക്കുക, പദങ്ങളെ പറ്റി പഠിക്കുക, അത് അറിയില്ല വെച്ചാലാണ്. അരവിന്ദ് മിഴിമാരെ എന്ന് പറഞ്ഞു, അതിൻ്റെ രാഗം പാടുകയാണ്. അപ്പോൾ ആരാ ഈ കുട്ടി വയ്ക്കുക, അങ്ങനെയൊക്കെയാ ചോദിക്കുക. അപ്പോൾ അരവിന്ദ് മിഴിമാരെ എന്ന് ആലോചിക്കുക. പിന്നെ അതിനിപ്പം അത് അപ്പോൾ ചിലപ്പോൾ ശ്രീവേഷാവേ ഏതെങ്കിലും ലളിതയുടെ ശ്ലോകമാണ് പറയുക. രാമകൃഷ്ണൻ ചിലപ്പോൾ ശ്ലോകമാണല്ലോ പറയുള്ളൂ, ശ്ലോകത്തിൻ്റെ ഒരു വരി പറയുള്ളൂ. അങ്ങനെയാണ് ആശാൻ. അപ്പോൾ അതിന് മദ്ദള കുട്ടി വയ്ക്കേണ്ടത്, ചെണ്ട കുട്ടി വയ്ക്കേണ്ടത് എന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കണമെന്ന് ആ ശ്ലോകം ചെല്ലുന്ന കേട്ടാൽ, അല്ലെങ്കിൽ ശ്ലോകം വാങ്ങിച്ചാൽ അപ്പോൾ ചെണ്ടക്കാരനാണോ അല്ലെങ്കിൽ മദ്ദളക്കാരനാണോ. അതേമാതിരി രസമായിട്ട് ഒന്നും കൂടി തോരണ യുദ്ധത്തിന് തിരനോക്കില്ല. അപ്പം അന്ന് വേഷക്കാരൻ ഒരാൾ തോരണ യുദ്ധം ശ്ലോകം ചെല്ലിയപ്പോൾ തിരനോക്കിൽ നിന്നു. അത് അയാൾ ബൈ മിസ്റ്റേക്കായിട്ട് പറ്റിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ആകെ നിർത്താൻ പറഞ്ഞു. ഒരു തീരുമാനിക്കുക, രണ്ടാളും കൂടിയിട്ട്, ചെണ്ടക്കാരനും കൂടിയിട്ട് എന്ന് പറഞ്ഞു. പത്മനാഭനാശാനാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ തിരനോക്കാണോ അതോ മറ്റേ വലന്തല വേള, അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെയാണ് കളരിയിൽ നിന്നുള്ള. പ്രഭാകരൻ ഒരു കൊല്ലം ജൂനിയറാണ്. പ്രഭാകരൻ നല്ല തായമ്പക അസലായിട്ട് കൊട്ടാറായിട്ടാണ് വന്നത്. ഞങ്ങളുടെ രണ്ടാളെയും കൂടി ഡബിൾ തായമ്പക കോഴിമാമ്പറമ്പിൽ അമ്പലത്തിലുണ്ടായിട്ടുണ്ട് ഒരു തവണ ഉത്സാഹിച്ചിട്ട്. അയാൾ കഥകളിക്കൊട്ട് അവിടെ വന്നിട്ടാണ് പഠിച്ചത്. പക്ഷെ അതിന് എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഈ കലാമണ്ഡലത്തിലെ കോഴ്സ് കഴിഞ്ഞിട്ട് 4 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഒരു കൊല്ലം കൂടി ഉണ്ടായില്ലോ, അത് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഉണ്ണികൃഷ്ണൻ എവിടെ നാട്ടിൽ എത്രത്തോളം കളിയായിട്ട് നടന്നു? ഒരു ഡിപ്ലോമ കോഴ്സ് എന്ന് മാതിരിയാണ് അന്ന് പറയാ, ഈ 5ാമത്തെ. അതും കഴിഞ്ഞിട്ട് ഒരു 2 കൊല്ലത്തോളം നാട്ടിൽ നിന്നു. അത്യാവശ്യം അങ്ങനെ ചെറിയ. അപ്പം അന്ന് കളിക്കും തരാവില്ല കൊട്ടാൻ. കലാമണ്ഡലത്തിൻ്റെ കളിക്കൊക്കെ പോകണം. അതിപ്പോൾ സന്ധ്യക്കേളി അല്ലെ പുറപ്പാട് മാക്സിമം ആശാന്മാരെയാണ് വെച്ചാൽ അതിനും പറ്റില്ല. പുറപ്പാട് മാത്രമേ ഉള്ളൂ വെച്ചാൽ അതിന് ഞങ്ങൾ പോവും. പിന്നെ ഇടയ്ക്ക് അന്ന് അധികം പുലർച്ചെ വരെ കളിയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കുള്ള ചില കുട്ടിത്തരം വേഷമോ ഉറങ്ങാനോ ഒന്നും പറ്റില്ല അർത്ഥം. പിന്നെ ആശാന്മാരെ അല്ല അന്നൊക്കെ അപ്പോഴേക്കും മൈനർ സെറ്റ് കളിയായിരുന്നല്ലോ. അതുകൊണ്ട് മേജർ സെറ്റിനും ഞാൻ പോയിട്ടുണ്ട്. പിന്നെ മൈനർ സെറ്റ് ആയപ്പോൾ അതിന് അത്യാവശ്യം കൊട്ടാൻ തരാം. കേശവ ആളാണ് മെയിൻ, ഞാനും പിന്നെ പ്രഭാകരനും. കഥകളിക്ക് മദ്ദളം നമ്പീശൻകുട്ടിയും ഒരു ശ്രീധരൻ തിച്ചൂര് ശ്രീധരൻ, പിന്നെ നാരായണൻകുട്ടി ഉണ്ടായിരുന്നു. അയാൾക്ക് കളിക്കൊന്നും അയാൾ അധികം ഒഴിഞ്ഞു മാറും. അമ്പലപുരം ക്ഷേമയുടെ കൂടെ അവസാനം അദ്ദേഹത്തിന്റെ അച്ഛനവിടെ മാനേജറിലായിരുന്നു ആയിട്ട്. അങ്ങനെ ഞങ്ങളാണ് മദ്ദളും ചെണ്ടയും ഇങ്ങനെ. പിന്നെ നാരായണൻ പിന്നെ വന്നു. നാരായണനൊക്കെ പിന്നെ നെല്ലുവായ നാരായണൻ വന്നു. അങ്ങനെയാണ്. പക്ഷേ ഇരിങ്ങാലക്കുട കഥകളി ക്ലബ്ബ് കലാനിലയം എന്നെ ഒരു കൊല്ലം ചെണ്ടക്കാരനായിട്ട് അവിടെ നിർത്തല്ല, എല്ലാ കളിക്കും വിളിക്കും. അവിടെ അന്ന് അപ്പുവാശാനോ
ഒരു അപ്പോശാനാണ് അവിടുത്തെ. അദ്ദേഹത്തിന് വയസ്സായി, പിന്നെ കുഞ്ഞുണ്ണി പഠിക്കുകയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനാണ് ചെണ്ടയ്ക്ക്. അങ്ങനെയാണ് എനിക്ക് ഈ പള്ളിപ്പുറത്തിൻ്റെയൊക്കെ വേഷത്തിന് കൊട്ടാൻ. അങ്ങനെ പറയുമ്പോൾ തമ്പുരാൻ ഒരു തവണ എന്താ അത്ഭുതമായിട്ട് രാമകൃഷ്ണൻ്റെ നരകാസുരനെ കൂട്ടേണ്ടി വരുന്നുണ്ട്. അതും തൃശ്ശൂർ അങ്ങയുടെ ആൾക്കാരാണ് അവിടെ ക്ലബിൽ ആളില്ല. കൃഷ്ണകുട്ടി വളശേനെയാണ് വിളിച്ചിരുന്നത്. പിന്നെ ചന്ദ്രമണ്ണ എടീരച്ചൻ അവരൊന്നും വന്നില്ല. അവർക്കൊക്കെ തെക്ക് കുട്ടനാൾ പോവുക എന്നൊക്കെ പറഞ്ഞാൽ അവിടെ അപ്പോഴേക്കും അങ്ങനെ പറയാൻ തുടങ്ങി. അപ്പോൾ വേറെ ആൾ പറഞ്ഞു, കുട്ടന്മാരെ വിളിച്ചാൽ കാറ് കൊടുത്ത് കോട്ടയ്ക്ക് കഴിച്ചിട്ട് വന്നാൽ പക്ഷേ ഈ വേഷത്തിന് കുട്ടുവന്നിച്ചില്ല. രാമകുട്ടരെ വേഷമാണ് പറഞ്ഞാൽ അത് കുട്ടും. അന്ന് എന്തോ ഒരു കുറച്ചൊരു പ്രശ്നങ്ങൾ അതൊന്നും പറയാൻ പാടില്ല, ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അല്ല അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണെന്നുണ്ട്. അപ്പോൾ ആശാൻ വരില്ല, വന്നാലും ചിലപ്പോൾ ഈ നരകാസുരന് കുട്ടിക്കോണമെന്നില്ല. ആദ്യം മുതൽക്കാണേ വേങ്ങൂറിൻ്റെ കരി, അങ്ങനെ നരകാസുരം കംപ്ലീറ്റ് ആണ് അതിന്. എന്നിട്ട് ഞാനാണ് അതിന് നരകാസുരന് കുട്ടിയിട്ട്. പക്ഷെ ചൊല്ലിയാട്ടക്കളരി എനിക്ക് തോന്നിയിരിക്കണത് രാമകൃഷ്ണൻ്റെ വേഷം ഈ പേടിപ്പിക്കണ മാതിരിയുള്ള അയ്യോ ആശാൻ്റെ അതങ്ങനെ ഇങ്ങോട്ട് ശീലിച്ചു പോയിരിക്കുകയാണ്. ശരിക്ക് ശ്രദ്ധിച്ച് നിന്നിട്ട്, അല്ലാണ്ട് വേറെ ഒന്നും കാണിക്കില്ല. മറ്റുള്ള വേഷക്കാർ പലത് അപ്പം അവിടെ എന്താ കാണിക്കുക, ഇതാവുന്നില്ല. ആ കളരിയിൽ നരകാസുരൻ്റെ ചൊല്ലിയാട്ടം 15 അത് നല്ല തറായിട്ട് മനസ്സിലുണ്ട്. ഒരു പറയലുണ്ട്, അച്ഛനും ഒക്കെ ഈ രാമകുട്ടിയാശാൻ്റെ വേഷത്തിന് ഒരു നിലയ്ക്ക് കൊട്ടാൻ എളുപ്പമാണ് എന്ന് പറയും. ഒന്നും നമുക്ക് ആ പഠിച്ചത് പക്ഷേ ശ്രദ്ധിക്കണം, അത് വേണം. അല്ല അതും ഇല്ലാണ്ട് പറ്റില്ലല്ലോ എന്തായാലും. അത് അല്ല ചിലവരാകുമ്പോൾ സാറില്ല ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി, അത് പറ്റില്ല. അതാണ് എനിക്കിത് വേണം. അങ്ങനെ കൊട്ടിയിട്ട് ഞാനിങ്ങനെ ആ ദൂരത്തു കൂടെ അങ്ങനെ പോയി അവിടെ തന്നെ ഞാൻ വിളിച്ച് ചീത്ത പറയോ, നമ്പീശൻകുട്ടി പേടിപ്പിക്കുകയും ചെയ്തു. നമ്പീശൻകുട്ടിയാണ് മാത്രം ഡാ അയാളൊരു കാര്യം കേട്ടോ, തിരിഞ്ഞു നോക്കി അവിടെ വെച്ചിട്ട് അടിക്കും. നീ നല്ല ശ്രദ്ധിച്ചോ ഇല്ല അങ്ങ് പറഞ്ഞോ, എനിക്ക് പറ്റില്ല. സത്യമാണെന്ന് പറയണം. അങ്ങനെ ഞാൻ പറഞ്ഞു, ക്ലബ്ബ് ഇരിയാലക്കുട കലാനിലയാണ് എന്നെ വിളിച്ചിരിക്കുന്നത് കളിക്ക്. ഒരു ആശാനെ പോയി കണ്ടു ഞാൻ, രാമകൃഷ്ണനെ കൊണ്ട്. അപ്പോൾ ഒരു പുച്ഛച്ചിരിയില്ലേ, എന്താ പറയുക, ആ നീയാണല്ലേ ചെണ്ടയ്ക്ക് എന്നുള്ള നിലയ്ക്ക്. അതൊക്കെ എനിക്കിപ്പോൾ ഇപ്പോഴും ഇങ്ങനെ ഓർമ്മയുണ്ട്. അന്ന് ആശാൻ്റെ വേഷത്തിന് കുട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഞാൻ വേറെ വേഷത്തിനൊന്നും കുട്ടിയില്ല. സന്താനോപാലത്തിൽ അവസാനമോ അങ്ങനെയൊക്കെയാണ് രാമകൃഷ്ണൻ്റെ വേഷത്തിന് കുട്ടിയില്ല. പിന്നെ കേരളത്തിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ പഠിപ്പിക്കണ്ടായോ? പഠിപ്പിക്കലുണ്ടായിട്ടില്ല. പറശ്ശിനിയിൽ ഒരു കൊല്ലം ഞാനായിരുന്നു ചെണ്ടക്കാരൻ. പറശ്ശിനിക്കടവിൽ ആ 2 മാസം അവിടെ പഠിപ്പിക്കുന്നുണ്ടായില്ല. ഇല്ല, അവർ കളിക്കുകയാണ്. ഡെയിലി കളിയിൽ ഒരു 60 കളിയിട്ടുണ്ടായിരുന്നു അവിടെ. അത് ചില കളിക്കൊക്കെ തന്നെ വേണ്ടി വന്നിട്ടുണ്ട്, ശിവരാത്രിക്കൊക്കെ. പിന്നെ ഇവിടുന്ന് പോയത് അങ്ങനെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഇതേമാതിരി ഈ ഒന്നുമില്ല. എൻ്റെ ഈ എന്താ വേണ്ടത് വെച്ചാൽ എൻ്റെ ഈ വല്ലപ്പോഴും ഒരു കളിക്ക് പോവാനും വിഷമം. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ എനിക്ക് പ്രവാസിയാവേണ്ടി വന്നു. അത് ഭാഗ്യത്തിന് അവിടുന്ന് ഞാൻ ആദ്യം പാറ്റ്നയിൽ പോയിട്ടുണ്ട് 1-2 ഏകദേശം ഒരു കൊല്ലത്തിലധികം. അവിടെ കൃഷ്ണകുട്ടി മിഷൻ അവിടെ എത്തിയിട്ടുണ്ടോ? ഇല്ല, കൃഷ്ണകുട്ടി മിഷൻ എത്തിയില്ല. അവിടെ രാമകുട്ടിമാരും പിന്നെ വേറെ നാരായണകുട്ടി പഠിക്കുന്നത്. പക്ഷെ അവിടേക്കല്ല ഞാൻ പോയത്. അവിടെ വേറൊരു കലാനിലയം. അവിടെയാണ് വെച്ചാൽ ശമ്പളം ഉണ്ടല്ലോ. അവർക്ക് ബാക്കി കൊട്ടാൻ പറ്റില്ല വെച്ചാലും ശമ്പളമുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ശമ്പളം. ഇത് വേറൊരു തീരായിരുന്നു. അവിടുന്ന് കൊട്ടാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അവിടെ ഒരാൾ ഭാസ്കർജി പറഞ്ഞ് സദനത്തിൽ വന്ന് പഠിച്ചിട്ട്, സദനം ബാലേട്ടൻ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഹിന്ദിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിരുന്നു. അങ്ങോട്ടാണ്, നീ ഇന്ന ഒരു കാര്യം ചെയ്തോ, നാട്ടിൽ വെറുതെ നിൽക്കാച്ചാൽ അങ്ങോട്ട് പോകണം. അവിടെ അയാൾക്ക് ഒരു വാദ്യക്കാരനെ വേണം. അവിടെ വാദ്യക്കാരനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ ഗ്രാൻഡൊക്കെ കിട്ടും. അപ്പോൾ നിനക്ക് ശമ്പളവും തരും, അതുവരെ അയാളുടെ വീട്ടിൽ താമസിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അത് ആകെ ഒക്കെ മറക്കുന്നുള്ള മട്ടായി മനസ്സിലിങ്ങനെ ഉണ്ട്, കൊട്ടാൻ പറ്റില്ല. അങ്ങനെ തിരിച്ച് നാട്ടിൽ വന്ന് അങ്ങനെയാണ് ഈ കഥകളി സെൻറ്ററിലേക്ക് പോയത്. അത് ഏത് കൊല്ലം പോയത്? 1961 തുടങ്ങിയിരിക്കണു. അവിടെ ആദ്യം ദിവാകരമാരാർ കുറച്ച് കാലം ഉണ്ടായിരുന്നു. പിന്നെ പൂരൂര് കുട്ടൻ സോങ്ങൻ രാമാടി. പിന്നെ ഒന്നും കൂടിയും സൂചിപ്പിക്കണം എന്താ വെച്ചാൽ, അന്ന് ഞാൻ പഠിച്ച ആ കാലത്തുള്ള വേഷക്കാരല്ല, പാട്ടുകാർ, ചെണ്ടക്കാർ. ഒരുവിധം ചെണ്ടക്കാരൊന്നും അധികം അന്നില്ലല്ലോ. അവർ മുഴുവൻ പ്രവാസികളായിരിക്കണം. അങ്ങേക്ക് അറിയുണ്ടാവില്ലേ, മങ്കട ഗോപാലകൃഷ്ണൻ MPS മാത്രം അവിടെ രക്ഷപ്പെട്ടു. ബാക്കി വേലായുധൻ, കേശവദേവ് തുടങ്ങിയിട്ടുള്ള അവർ മുഴുവൻ പ്രവാസികളായി. അവിടെ പോയിട്ട് പിന്നെ ബാലെ സെൻറ്ററിലും
സ്കൂളിൽ മാഷം ഡാൻസ് മാഷം കഥകളി വേഷം കെട്ടാൻ മധുവൊന്നുമില്ല അവിടെ. മധു അവിടെയാണ് സോങ്ങൻരാമയിലേക്ക്. അതെ, പക്ഷെ ഫൈനാൻഷ്യലി ആ കലയുടെ ഇതുകൊണ്ട് കഥകളി പഠിച്ചു എന്നുള്ളതുകൊണ്ട് അവർക്ക് ആർക്കും ഒരു വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷേ കഥകളി വേഷം കെട്ടാൻ മോഹിച്ചിട്ടുണ്ട് അവർ. ഇടയ്ക്ക് വല്ലപ്പോഴും കഥകളി സെന്ററിൽ പത്മനാഭനും പപ്പേട്ടൻ പിന്നെ അവിടെ വരും ഇടയ്ക്ക് എന്തെങ്കിലും ശ്രീവേഷമോ ഒക്കെ പോയി. അങ്ങനെയാണ്. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാണ്. എന്താ വെച്ചാൽ ഞാൻ പഠിച്ച തൊഴിലുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ പോയിട്ടുള്ളത് ഇനിയിപ്പോൾ പറയാം. അത് സെൻറ്ററിൽ പോയപ്പോൾ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അവിടെ പഠിപ്പിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ ഇപ്പം ഈ കലാമണ്ഡലത്തിൽ ഒരു സ്ഥാപനം എന്നിട്ട് വേറെ സ്ഥാപനത്തിലേക്കാണ് ചെല്ലാണ്. ഉണ്ണീഷിൻ്റെ ഉത്തരവാദിത്തമായി പിന്നെ മുഴുവൻ ഇവിടെ പഠിക്കലും അവിടെ പഠിപ്പിക്കുന്നതായി. അപ്പോൾ എത്രത്തോളം എന്താ പറയണ്ടത്, കലാമണ്ഡലത്തിൻ്റെ സമ്പ്രദായം തന്നെയാണോ തുടർന്നത്? അതോ അവിടെ ഞാൻ ചെല്ലുന്ന കാലത്ത് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരായിരുന്നു. VP രാമകൃഷ്ണൻ നായർ, ഒരു കവളപ്പാറ നാരായണൻ നായരുടെ മകൻ ഒരു രാജഗോപാലൻ, പിന്നെ ഒരു നന്ദകുമാരൻ ഇവിടുന്ന് സദനത്തിൽ നിന്ന് പഠിച്ചു പോയി. ആള് ഇവരുടെയൊക്കെ സീനിയറാണ്. ബാലകൃഷ്ണൻ്റെ കണ്ടിട്ടുണ്ടാവും അയാള്. പിന്നെ ആശാൻ മാധവപ്പടി ആശാൻ ഇരുന്ന്. പക്ഷെ ആശാന്റെ വേഷത്തിന് ഞാൻ കുട്ടിയുണ്ട്. പിന്നെ ക്രിമിരോഗത്തിൽ ധർമ്മോത്തര മാലയിടല്, പിന്നെ അങ്ങനെ ചില വേഷം. പിന്നെ കൃഷ്ണനാരാശാൻ വന്നിട്ട് ഒരു തവണ അദ്ദേഹത്തിന്റെ രാവണൻ ഉണ്ടായിട്ടുണ്ട്. നാരദൻ, ആശാന്റെ നാരദനും അങ്ങനെ ചില ചെറിയ വേഷം. ഇരുത്തി ചൊല്ലിയടിക്കൊന്നും ചെയ്യില്ല. പിന്നെ എല്ലാവരും ആദ്യവസാനം അല്ല മറ്റേ പഠിച്ചവരാണ്. അപ്പോൾ ആരെയാ ചൊല്ലിയടിപ്പിക്കുക? മാധവപണിക്കരാശാനായിരുന്നു അത്ര വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ചൊല്ലി. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 74 ഈ ബാലകൃഷ്ണൻ സദനം ബാലകൃഷ്ണൻ രണ്ടാമത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൊല്ലത്തോളം കഥകളി സെൻറ്റർ നിർത്തി സാമ്പത്തിക ഇതായിട്ട്. സദനം ബാലകൃഷ്ണൻ വന്നതിന് ശേഷം കഥകളി സെൻറ്ററിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഉണർവായി. എന്താ വെച്ചാൽ അയാൾ ചെറുപ്പക്കാരൻ. പിന്നെ കൂടെ വന്നവർ ആ സദനത്തിൽ നിന്നുള്ളവരായിരുന്നു അധികം, ഒക്കെ ചെറുപ്പക്കാർ. ഞാൻ ചെണ്ടയ്ക്ക് അവിടെ ഉണ്ടേനും. അപ്പോൾ ഞങ്ങൾക്ക് ഉത്സാഹമാണ്. അങ്ങനെ എല്ലാ ദിവസവും ചൊല്ലിയാട്ടം. അയാൾ ആദ്യം തന്നെ വന്ന വഴി ഷർട്ട് അടിച്ചിട്ട് അയാൾ റെഡിയായിട്ട് നിൽക്കും ബാലകൃഷ്ണൻ. പിന്നെ ഇപ്പോൾ പറയാനില്ലല്ലോ. പിന്നെ ഭാഗ്യത്തിന് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കുമാരനാരാശാനും വന്നു. അപ്പോൾ പിന്നെ പറയാനില്ല അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് പറയാൻ പാടില്ല ഞാൻ കലാമണ്ഡലത്തിൽ നിന്ന് ഇതൊന്നും പഠിച്ചിട്ടില്ലേ കലാമണ്ഡലത്തിലെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കൊട്ടാൻ തരായിട്ടില്ല. അപ്പോൾ കോട്ടയം കഥകൾക്ക് മുഴുവൻ എനിക്ക് കലാമണ്ഡലത്തിൽ നിന്നും കൊട്ടാൻ തരായിട്ടില്ല. ക്രിമീരോഗത്തിൽ ധർമ്മോത്തർക്കോ അല്ലെങ്കിൽ കാലകേവത്തിൽ അർജുനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിട്ടപ്രധാനമായിട്ടുള്ള കല്യാണ സൗന്ദര്യം പിന്നെയും ഇതായിട്ട് മറ്റൊന്നും കൊട്ടാൻ തരായിട്ടില്ല. അതൊക്കെ ഡൽഹിയിൽ പോയിട്ടാണ് കൊട്ടാൻ തരായിരുന്നത്. അവിടെ ചൊല്ലിയാട്ടം കറക്റ്റായിട്ട്. അത് പിന്നെ അങ്ങേക്ക് അറിയുണ്ടാവും കുമാരനാരാശാൻ ആ ചിട്ട. അപ്പോൾ അത് പറഞ്ഞു തരും ചെയ്യും. അതിൻ്റെ ആശാൻ പിന്നെ എവിടേക്കാണ് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് അതൊക്കെ അങ്ങനെ അവിടുന്ന് കൊട്ടാൻ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ്. എത്ര പഠിപ്പിക്കൽ എത്ര കുട്ടികളെ എത്ര ചെണ്ടയ്ക്ക് പഠിക്കുക പറഞ്ഞാൽ ഈ സ്കൂള് പഠിക്കുന്ന പിള്ളേരല്ലേ, ഒരു 3-4 പിള്ളേരെ പുറപ്പാടും മേളപ്പതും പഠിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ചില കലാശത്തിന് പാർശ്വതി മമാന്നോ ഇതേപോലെ നിൽക്കണം കൂടെ. എന്നിട്ട് അവർ ആ കലാശം ഇതൊക്കെ കൂട്ടുക. അത് ആട്ടം വന്നാൽ അറിയൂല, ആ കലാശം വരെ കൂട്ടും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഈ ചെറുതാഴം കുഞ്ഞിരാമനും ഒക്കെ കൂടി വന്നു. പിന്നെ കുറേ ആൾക്കാർ മേളം. ഇപ്പം ചെണ്ട പറഞ്ഞിട്ട് കഥകളി കൊട്ട് മാത്രമേ പഠിക്കുള്ളൂ പറഞ്ഞവിടെ ആരും വരില്ല. പക്ഷെ ചെണ്ട പഠിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ മേളം, പഞ്ചാരി മേളം എന്നൊക്കെ പഠിപ്പിച്ചിട്ട് ഒരു 10-15 പിള്ളേരെ അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അവരും പോവും. അവർക്ക് അതിലധികമൊന്നും എന്താ എവിടെയെങ്കിലും അമ്പലത്തിൽ. അതാണ് അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ. ഉണ്ണീഷിനിപ്പോൾ ഇടയ്ക്ക് നാട്ടിലേക്ക് വരുമ്പോഴേ കുറേശ്ശെ കളിക്ക് എത്രത്തോളം തരായിരുന്നു? നാട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ കളിക്ക് തരായിട്ടുണ്ട്. കോട്ടയ്ക്കൽ ഉത്സവത്തിന് ഞാൻ പങ്കെടുക്കാറുണ്ട്. 2-3 കൊല്ലം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഞാൻ ചോദിക്കണതിന് ഒരു നിലയ്ക്ക് അർത്ഥമില്ല. പക്ഷെ എങ്കിലും ഈ പ്രവാസിയായി കഴിഞ്ഞു അവിടുത്തെ ഒരു സമ്പ്രദായത്തിൽ ആണ്. നാട്ടിലേക്ക് വരുമ്പോൾ ഈ കലാകാരന്മാരുടെ കൂടെ കൂടാൻ എത്രത്തോളം പല മാറ്റങ്ങളും അങ്ങ് പറയണത് ശരിയാണ്. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്കറിയില്ല അവിടെ നാട്ടിൽ. അതിലത്തെ ചെറിയൊരു ഉദാഹരണം, സദനത്തിൽ കുമാരനാരാശാൻ്റെ പിന്നെ ശതാഭിഷേകം എന്തോ ആണ്, ഉണ്ണീഷണമൊക്കെ ഉണ്ട് അന്ന് കളിക്ക്. അപ്പോൾ ഗോപിയേട്ടൻ്റെ 2-ാം ദിവസം. അത് കഴിഞ്ഞിട്ട് നരിപ്പറ്റയുടെ ഹംസം. അപ്പോൾ ഹംസം അവൾക്ക് എന്നോട് പോകാൻ പറഞ്ഞു. പിന്നത്തെ കഥ വാസു പിഷാരുടെ കീചകഥ. അതിന് സദനം 1-ാം ദിവസം അല്ലേ
അല്ല ഒന്നാം ദിവസം. ആ. അപ്പോൾ ആദ്യം ഉണ്ണീഷന് പോയി. അപ്പോൾ ഹംസായിപ്പോൾ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള പ്രിയമാനസിയും അപ്പോൾ പോകുമ്പോൾ തന്നെ പറഞ്ഞു, ഒന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഉണ്ണീഷൻ പറഞ്ഞു ആ ഹംസ പോണതൊന്ന് ശ്രദ്ധിച്ചോളൂ എന്ന്. എന്താണെന്നും പറഞ്ഞതുമില്ല. അത് പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ അത് എന്താ അവിടെ നിന്ന്. അപ്പോൾ ഗോപിയേട്ടൻ്റെ ഇതിന് പണ്ട് അങ്ങനെ വെച്ചിട്ട് ഹംസം പറന്നു പോയി എന്നോട് കാണിക്കണ കലാശിക്കും. ഗോപിയേട്ടൻ്റെ ഇത് അങ്ങേക്ക് മനസ്സിലായി. ഒരു നൂല് പോലെ ഇങ്ങനെ കാണിച്ച്. അപ്പം ഇങ്ങനെയൊക്കെ എന്നിട്ട് നിർത്തണില്ലേ എനിക്ക് എന്നിട്ട് കഴിയില്ല. അപ്പോൾ കലാശിക്കാനുള്ള ഒരു ഇതായി. ഇപ്പോൾ ഒരു 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 ഹിൻറ്റ് ആയിട്ടില്ല എന്ന് അത് ആരെ ആ നോട്ടം എത്തിയിട്ടില്ല. അതിപ്പോൾ എനിക്ക് മനസ്സിലാവില്ലേ. അങ്ങനെ അതാണ് പറയണത്. ഇങ്ങനത്തെ ചില അതൊന്നും പണ്ടില്ല. അത് ഗോപിയേട്ടനായിട്ട് കൊണ്ടുവന്നാണെന്നാണ് എൻ്റെ. പിന്നെ അങ്ങനെ പലതും മാറ്റം വരുത്തിയിട്ടുണ്ട്. സന്താനോപരത്തിൽ തീക്കുണ്ടം ചട്ടി അത് 4 ഇരട്ടി അങ്ങനെയൊക്കെ പണ്ട് പതിവുള്ളൂ. പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരു ത്രിപടയൊക്കെ ഉണ്ട്. ആ തീ കത്തിക്കുന്നത് അതൊക്കെ പിന്നെ വന്നതാണ്. അപ്പം അപ്പോൾ ഞാൻ ആദ്യം കിട്ടിയപ്പോൾ വെച്ചാൽ ഞാൻ അത് പഠിക്കുന്ന കാലത്തില്ല. എനിക്ക് ഓർമ്മയില്ല അങ്ങനെ. പിന്നെ ഒരു തവണ സന്താനോപരത്തിൽ എവിടെ വേണ്ടി വന്നപ്പോഴാണ് വേഗം തതീം തീം ആക്കണത്. അങ്ങനെ ഇല്ലേ. അങ്ങനെ പല അന്ന് ചെറിയ മാറ്റങ്ങൾ. പിന്നെ ഇപ്പം ഇന്നത്തെ മാറ്റങ്ങളെ പറ്റിയിട്ടാണ് പറയേണ്ടത് വെച്ചാൽ കൊട്ട് കളിക്കൊട്ട് സമ്പ്രദായം നല്ല മാറിയിട്ടുണ്ട്. ചെണ്ടയുടെ കാര്യം പറഞ്ഞാൽ ഇത്രയും മൂപ്പില്ല. അന്ന് മൂപ്പ് ഒന്നാമത് വലിക്കലല്ലേ ഉള്ളൂ, മിഷനില്ല. ഒന്നാമത് വലിച്ചാലും നേരെ. ഉണ്ണീഷൻ ചെണ്ട അത്ര വലിച്ചായിരുന്നില്ല. ഒരു ചിത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഉണ്ണീഷൻ ചെണ്ട വലിച്ച് മൂപ്പ് പാകാമെന്നൊക്കെ അച്ചുണ്ണേശം വന്നിട്ട് എടുത്തതുകൊണ്ട് മൂപ്പ് നോക്കണത് എനിക്ക് ഓർമ്മയുണ്ട്. ഒലിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വലിച്ചിട്ടുണ്ട്. പ്രഭാകരനാണ് അധികം ആരോഗ്യം ഉണ്ടല്ലോ. പിന്നെ ഡൽഹിയിൽ ചെന്നിട്ട് എനിക്ക് എന്നെ വലിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു ചെണ്ട ഇല്ലേ ഇനി അതിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പം അത്ര മൂപ്പില്ല. കുടുക്കൊക്കെ ഇറക്കി. ഇന്നിപ്പോൾ കുടുക്കിറക്കലോ ഇറക്കൊന്നും വേണ്ട. ഒന്നും വേണ്ട. അല്ല എൻ്റെ നല്ല മൂപ്പാണല്ലോ. അപ്പോൾ മൂപ്പ് ഇപ്പം അധികമാണ് എന്ന് തോന്നുന്നുണ്ടോ? അതോ അല്ല ഇപ്പം മൂപ്പില്ലാൻ്റെ പറ്റില്ല. പിന്നെ മൂപ്പ് അധികമായി കൊട്ടാൻ കുറച്ചും കൂടിയും എളുപ്പമാണ്. കുറച്ച് മൂപ്പ് കുറഞ്ഞു വെച്ചാൽ കൈ നടക്കാൻ കുറച്ച് വിഷമമാണെന്നാണ് എൻ്റെ അനുഭവം. അല്ല അത്രയും സാധാരണ മൂപ്പ് കൂടിയാ തെറുമ്പില്ലാവോ? അത് കൺട്രോൾ ചെയ്യുക വേണം. കൊട്ടണത് അത് അദ്ദേഹം തന്നെ ആ കൊട്ടണ ആൾ ശ്രദ്ധിക്കണം. കുറച്ച് തിറുമ്പില് അങ്ങനെ ഉണ്ടാവുമോ? അതെ ശരിയാണ് ചോദിച്ചത്. സാധാരണക്കാരൻ ചോദിക്കുക. വല്ലാതെ മൂപ്പ് കൂടിയാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പം മൂപ്പുള്ള ചെണ്ടയുമ്പിലും ഞാൻ കൊട്ടിയിട്ടുണ്ട്. മൂപ്പ് കുറഞ്ഞ ചെണ്ടയുമ്പിലും ഞാൻ കൊട്ടിയിട്ടുണ്ട്. പിന്നെ സാധകം അതിസാധകമാണ് ഇപ്പോൾ. അത് വേണം ഇല്ലാണ്ട് പറ്റില്ല എന്നർത്ഥം. മറ്റേതൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. കാലപ്രമാണം അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയിരിക്കണം. ഇതിപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നല്ല ഇന്നത്തെ കാണികൾക്ക് അത് വേണ്ട. ഇപ്പം ഇതിനിടയ്ക്കൊരു പിന്നെ ദുര്യോധനവധം ഒരു ഉദാഹരണം പറയാം. അപ്പോൾ പാടി പദത്തിൻ്റെ ആദ്യത്തെ മുതൽക്കാണ് അത് പതിഞ്ഞ ദുര്യോധൻ്റെ അത്ര. അത് കഴിഞ്ഞിട്ട് അത് സഭ അല്ല വസ്ത്രാപകരണമൊക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ ദുര്യോധനം വന്നപ്പോൾ അതേ തരം നോക്കണം. ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതാ പറയണത്. അതേമാതിരി ഡെഡ്ന്നൊക്കെ ഒരലർച്ച അങ്ങനെ മറ്റത് കാല് കയറ്റി വെച്ചിട്ട് ഉത്ഭവത്തിനും അല്ലെങ്കിൽ ഭാര്യവധത്തിനോ ഒക്കെ ഉള്ള രാവണൻ്റെ മാതിരി ആ രണ്ടാമത്തെ തിര നോക്കാണ് പതിവ്. ഇതിങ്ങനെ വേണമെന്നാണ് പറയണത്. അത് കഴുത്തിളക്കി അങ്ങനെയുള്ള അങ്ങനെയായിരിക്കും. അതൊരു മാറ്റമാണ് ഇപ്പോൾ എന്നാ പറയണത്. സമ്മതിക്കില്ല അത്ര ആ തരം ദുര്യോധനൻ വരുന്ന ആൾക്കുള്ള ഇത് വേണ്ടേ. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങൾ അതിപ്പോൾ സമ്മതിക്കാത്ത എന്താ ദുര്യോധനൻ കെട്ടണ ആളാണോ അതോ കാണികളാണോ പഠിപ്പിച്ചത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതോ കാണികളുടെ സ്വാധീനം. ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ ഞാൻ ഇവിടെ 2 ദിവസം മുമ്പേ ഒരു കളി ഉണ്ടായി. അത് കലാമണ്ഡലത്തിലെ ഒരാൾ തന്നെയാണ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അല്ല ഇപ്പോൾ ചില ചെണ്ടക്കാരനോടാണ് ചോദിച്ചത് സദനത്തിലെ ഒരു. അപ്പോൾ പറഞ്ഞു അല്ല അത് അങ്ങനെ മാറ്റിയിരുന്നു. ഇപ്പോൾ അത് അവർ അങ്ങനെ വേണമെന്നാണ് പറയുക എന്നാണ് പറഞ്ഞത്. അത് ഭാഷാനാ പറയുക എന്താ പറയുക. അപ്പം അതിപ്പോൾ നന്നല്ലാന്നോ അത് എങ്ങനെയല്ല വേണ്ടതെന്നൊന്നും ഞാൻ പറയാൻ കേട്ടോ.